പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ഭർത്താവ് കസ്റ്റഡിയിൽ. കാട്ടുകുളം സ്വദേശി ദീക്ഷിതിന്റെ ഭാര്യ വൈഷ്ണവിയാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി. വിഷ്ണു, ഇതൊരു കൊലപാതകമാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണവും മറ്റ് വിശദാംശങ്ങളും ലഭ്യമായോ? അഭിലാഷേ, വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇത്തരത്തിൽ വൈഷ്ണവി എന്ന യുവതിയെ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ അവശനിലയിൽ കണ്ടെത്തുന്നത്. ഭർത്താവ് തന്നെയായിരുന്നു ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഈ യുവതിയുടെ മരണം സംഭവിച്ചിരുന്നു. അന്നേരം പോലീസിന് ഒരു സംശയം തോന്നിയതിനാൽ അസ്വാഭാവികമായിട്ടുള്ള മരണത്തിന് പോലീസ് കേസ് എടുത്തിരുന്നു. തുടർന്ന് തൃശ്ശൂരിലെ എത്തിച്ച് അവിടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരപ്രകാരം പോലീസിന് കിട്ടിയ വിവരം ഇത്തരത്തിൽ മരണം സംഭവിച്ചത് ശ്വാസം മുട്ടിയാണ് എന്നുള്ളൊരു വിവരം ലഭിച്ചു. ഇതിന് പിന്നാലെ തന്നെ ഈ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. ആ ചോദ്യം ചെയ്യലിലാണ് ഭർത്താവ് ഇത്തരത്തിൽ താൻ തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളൊരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പോലീസ് ഈ ഭർത്താവിന്റെ ഈ സംഭവം നടന്ന വീട്ടിലെത്തിച്ച് ദീക്ഷിതിന്റെ വീട്ടിലെത്തിച്ച് അവിടെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്ന നടപടികളടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൽ കാരണം ദീക്ഷിത് പറയുന്ന കാരണം ഈ യുവതിക്ക് മറ്റൊരാളുമായിട്ടുള്ള ഒരു അടുപ്പമുണ്ട് എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. ഈ സംശയത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ ഭർത്താവ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും പോലീസ് ഇപ്പോൾ ഈ ദീക്ഷിതിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുന്ന തലത്തിലോട്ട് പോലീസ് നീങ്ങും. ഈ 1.5 വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിരുന്നത്. ഈ വിവാഹത്തിന് ശേഷം ഇത്തരത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ഇന്ന് ഈ കഴിഞ്ഞ രാത്രിയാണ് ഇപ്പോൾ ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകത്തിലേക്കും വൈഷ്ണവിയുടെയും മരണത്തിലേക്കും നയിച്ചത്. ദാരുണമായ ഒരു കൊലപാതകമാണ്. വിഷ്ണുപ്രകാശ് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.